ഹലോ, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. നമ്മൾ ഇന്ന് ഒരു പ്രധാനപ്പെട്ട ഐറ്റം ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്നല്ലേ? അതായത് കൂഴച്ചക്കയാണ്. നമ്മുടെ പഴഞ്ചക്ക വഴറ്റുകയാണ്. കുറച്ച് ടാസ്ക് പിടിച്ച പരിപാടിയാണെന്ന് പറഞ്ഞേരം ഞാൻ അത്ര വിചാരിച്ചില്ല. അപ്പം നിങ്ങൾ വീഡിയോ കണ്ടു നോക്കുക കേട്ടോ. അപ്പം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മനസ്സിൽ ഇവളെന്താണ് ഈ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് അടുപ്പിൻ്റെ അടുത്തെന്ന് വിചാരിക്കുന്നുണ്ടാവും അല്ലേ? ഏത് സമയത്ത് വേണമെങ്കിലും പൊട്ടിത്തെറി പ്രതീക്ഷിക്കാം. ആ പ്രതീക്ഷയോട് കൂടിയാണ് ഞാൻ കൂളിംഗ് ഗ്ലാസ് വെച്ചിരിക്കുന്നത്. അപ്പം തുടങ്ങാം അല്ലേ? നമ്മൾ പാത്രം, ഉരുളി പോലത്തെ ഒരു പാത്രം വെച്ചിട്ട് നമ്മൾ അതിലേക്ക് നെയ്യ് ഒഴിക്കുന്നുണ്ട്. പാത്രത്തിൽ നെയ്യ് ഒഴിച്ച ശേഷമാണ് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഈ ചക്ക, അതായത് കൂഴച്ചക്ക എന്ന് പറഞ്ഞല്ലോ. അപ്പം കൂഴച്ചക്ക എന്ന് പറഞ്ഞാൽ അറിയാത്തവർക്കാണ് നമ്മുടെ നാട്ടിൽ കൂഴച്ചക്ക പറയും, പഴഞ്ചക്ക എന്നും പറയും. അപ്പം അത് അരച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ നാരെല്ലാം മാറ്റി നല്ല രീതിയിൽ അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ ഈ പാത്രത്തിലേക്ക് ഇങ്ങനെ ഒഴിച്ചിട്ട് നല്ല രീതിയിൽ ഇങ്ങനെ ഇളക്കുന്നുണ്ട് കേട്ടോ. ആദ്യം ഇങ്ങനെ ഇളക്കുന്ന കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്ത് സിമ്പിളാന്ന് വിചാരിക്കണ്ട കേട്ടോ. ഞാൻ കൈക്കിതാ ഒന്നും ഇടാതെയാണ് ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. യൂട്യൂബിൽ സെർച്ച് ചെയ്ത സമയത്ത് കണ്ടതെന്ന് വെച്ചാൽ ഈ കൂഴച്ചക്ക വഴറ്റുമ്പോൾ കുറച്ച് നല്ല രീതിയിൽ ശ്രദ്ധിക്കണം, ഇളക്കിക്കൊണ്ടിരിക്കണം. ചിലപ്പം ഒരു നമ്മളെ വരിക്കച്ചക്ക ചെയ്യുന്നതിനെക്കാട്ടിയും കുറച്ച് കൂടുതൽ സമയം വേണ്ടി വരും എന്നൊക്കെ പറഞ്ഞുതരാം. ഞാൻ ഒന്ന് പിന്തിരിഞ്ഞായിരുന്നു. പക്ഷേ ഒരു വലിയ ചക്കയാണ് പഴുത്തിട്ടുള്ളത്. അത് വെറുതെ കളയണ്ടല്ലോ വെച്ചിട്ടാണ് ഞാനിത് ചെയ്യാൻ നോക്കിയത്. അപ്പം ചെയ്ത് തുടങ്ങി ഒരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു വേണ്ടായിരുന്നു, കുറച്ച് സേഫ്റ്റി മെഷേഴ്സ് എല്ലാം എടുത്തിട്ട് മതിയായിരുന്നു ഈ പരിപാടിക്ക് ഇറങ്ങലേന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം പൊട്ടിത്തെറിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിനെ. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല കേട്ടോ. അധിക നേരം ഇവിടുന്ന് മാറി നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് പൊന്നിനോട് പറഞ്ഞു, പൊന്നു കൂളിംഗ് ഗ്ലാസ് എടുത്തിട്ട് വാ. അതേപോലെ അവിടെ അടുത്തുണ്ടായ 2 തുണി എടുത്തിട്ട് 2 കൈക്കും ഇങ്ങനെ ചുറ്റി വെച്ചു. അധികം വലിയ പ്രിപ്പറേഷനൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പം നിങ്ങൾ ആക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനനുസരിച്ചുള്ള പ്രിപ്പറേഷനൊക്കെ എടുത്തിട്ട് വേണം ചെയ്യാൻ. അത്യാവശ്യം ഈ ഇളക്കുന്ന സാധനം കുറച്ച് വലുതാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും കേട്ടോ. പിന്നെ ചെയ്തുകൊണ്ടിരിക്കുമ്പം വിചാരിച്ചു വേണ്ടായിരുന്നു എന്ന് ഒന്ന് മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇളക്കി കയ്യിൽ ഒരുപാട് ഇളകിയിട്ടുണ്ടായിരുന്നു. ഒരു കൈ കൊണ്ട് ഇളക്കി നിർത്തി, അപ്പുറത്തെ കൈ കൊണ്ട് ഇളക്കി. ഇത് തന്നെയായിരുന്നു ഒരു 2 മണിക്കൂറോളം ഇളക്കിയിട്ടാണ് അതായത് ഈ അരച്ച ഒരു മാവ് അത്യാവശ്യം കുറുക്കി എടുക്കണമെങ്കിൽ അത്രയും സമയം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്രയും മെനക്കെട്ട പണിയാണേ. ഞാൻ ആദ്യമായിട്ട് ചെയ്തുകൊണ്ടാണെന്ന് അറിയില്ല, ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഈ ചക്ക വഴറ്റിയാക്കി വെക്കുന്ന പഴയ ആൾക്കാരെയൊക്കെ എത്ര മണിക്കൂർ എഫേർട്ടാണ് അവർ. ഇന്നത്തെ എല്ലാം കാലഘട്ടത്തിൽ ആൾക്കാരൊന്നും ചെയ്യുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ചക്കയെല്ലാം അടിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. ഇതുപോലെയൊക്കെ ആക്കി മെനക്കെടാൻ പറ്റുവാണെങ്കിൽ, ആക്കി വെക്കുകയാണെങ്കിൽ മക്കൾക്കെല്ലാം നല്ല ഇഷ്ടപ്പെടും. കാരണം ഒത്തിരി പറമ്പിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ കൂഴച്ചക്കകളൊക്കെ ഇങ്ങനെ അടിഞ്ഞു പോവുകയാണ്. മഴയായാലും മധുരം ഉണ്ടാവില്ല എന്ന് വെച്ചിട്ട്. അപ്പം നിങ്ങൾ ഇങ്ങനെ ആക്കിയിട്ട് അതിലേക്ക് കുറച്ച് ശർക്കര പാനിയും കൂടെ ഒഴിച്ചിട്ട് കുറുക്കി എടുത്തു കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്. ഇത് നമുക്ക് 1 കൊല്ലം വരെ പുറത്ത് വെക്കാൻ പറ്റുന്നതാണ് പറയുന്നത്. പുറത്ത് വെക്കാനുള്ള ഒരു ചെറിയ ടിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇങ്ങനെ വഴറ്റിയ സാധനങ്ങൾ എല്ലാവരും ഒന്നാണ് ഫ്രിഡ്ജിലേക്കാണ് വെക്കുന്നത് അല്ലേ? പണ്ട് കാലത്ത് ഫ്രിഡ്ജ് ഉണ്ടായിരുന്നോ? ഇല്ലാലോ. അപ്പം പണ്ട് കാലങ്ങളിൽ ഉള്ളവർ ചെയ്തൊരു ചെറിയ ടിപ്പാണ്. ആനിയമ്മേരെ യൂട്യൂബ് ചാനലിൽ നിന്നാണ് എനിക്ക് ഈ ഒരു ടിപ്പ് കിട്ടിയിട്ടുണ്ടായത്. അതായത് നമ്മൾ വഴറ്റിയ ഈ ഒരു ചക്കയുടെ കൂട്ട്, അതായത് നമ്മളെ ചക്ക വഴറ്റി നമ്മൾ ഒരു ബൗളിലേക്ക്, അതായത് നല്ല അടച്ചുറപ്പുള്ള ഒരു പാത്രത്തിലേക്ക് വെക്കുമ്പം ഇട്ട് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ മേലെ കൂടെ പഞ്ചസാര നമ്മൾ ഇട്ട് കൊടുക്കുക. കുറച്ച് കട്ടിക്കായിട്ട് പഞ്ചസാര ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വർഷങ്ങളോളം എന്നല്ല 1 കൊല്ലം വരെ നമ്മൾക്ക് പുറത്ത് വെച്ച് യൂസ് ആക്കാൻ പറ്റും കേട്ടോ. അങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ടായത്. അപ്പം നിങ്ങൾ കണ്ടില്ലേ, എൻ്റെ കൈക്കെല്ലാം തുണി വാരിയിട്ട് കെട്ടിയിട്ടേ ഇല്ലത് കേട്ടോ. അപ്പം അത്രക്കും പ്രോബ്ലം ഉള്ളൊരു പരിപാടിയാണ് ഇത്. അപ്പം നോക്കിയും കണ്ടും ചെയ്താൽ ഇതുപോലെ ഉണ്ടാവും. ഇല്ലെങ്കിൽ അവിടെ ഇവിടെയും പൊള്ളലുണ്ടാവും കേട്ടോ. നീണ്ട 2 മണിക്കൂറിന്റെ പ്രയത്നത്തിലൊടുവിൽ ഇതാ നമ്മുടെ ഹൽവ പോലുള്ള നമ്മളുടെ ചക്ക വരട്ടി ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമ്മൾ അതിനിടക്ക് നമ്മൾ ശർക്കര വരട്ടി ഒഴിച്ച കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി കേട്ടോ. പൊട്ടിത്തെറിയുടെ ആഘാതത്തിൽ നമ്മൾക്ക് അങ്ങനെ ഒഴിക്കുന്നതൊന്നും കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല.
അപ്പം നമ്മൾ ചക്ക വഴറ്റി ഇവിടെ സെറ്റായിരിക്കുകയാണ്. കണ്ടില്ലേ, ചട്ടുവനിൽ ഇങ്ങനെ കോരി എടുക്കുമ്പോൾ ഇങ്ങനെ പൊട്ടി പൊട്ടി വീഴുന്ന പരുവത്തിലാണ് നമ്മൾ ചക്ക വഴറ്റി ഉണ്ടാവേണ്ടത്. കുറച്ചും കൂടെ കട്ടിയാവാനുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ലാസ്റ്റിൽ കുറച്ച് നെയ്യും കൂടി ഒഴിക്കണേ. അപ്പം അതൊന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, അതൊന്നും കിട്ടിയിട്ടില്ല, കാരണം വീഡിയോഗ്രാഫർ അത്ര പോരായിരുന്നു. അപ്പം ഇന്നത്തെ പരിപാടിയൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പം നമ്മൾ പിറ്റേ ദിവസമാണ് നമ്മളുടെ ബോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ടായിന്. പകുതി എടുത്തിട്ട് നമ്മൾ ചക്കയപ്പം ആക്കിയിട്ടുണ്ടായിന്. അപ്പം ഇത് കേടുവരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ഇട്ടിട്ടുള്ളത് കേട്ടോ. കുറേ നാളൊന്നും ഇല്ല, മക്കളിത് തിന്നു തീർക്കാൻ ആക്കിയ സമയത്തേ തുടങ്ങിയിട്ടുണ്ടായിന്. അപ്പം ബൈ.